അപ്പോൾ ഈ ഗ്ലിറ്റർ ഷീറ്റ് കിട്ടിയ മുതൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്, എന്തായാലും ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കിയാലോ. ആദ്യം ഒരു കോമ്പസ് എടുത്തിട്ട് ഒരു റൗണ്ട് അങ്ങോട്ട് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു സിസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്, മറ്റേ സിഗ്സാഗ് പോലുള്ള ഒരു സിസേഴ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ വിചാരിച്ചത് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന്, പക്ഷെ നമ്മൾ പിടിച്ചോടുത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. റൗണ്ട് ഷേപ്പിലായതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്, നമ്മൾ വിചാരിച്ച പോലെ അതങ്ങോട്ട് കിട്ടിയില്ല. എന്ന് വെച്ച് നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റൂലല്ലോ. എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണ്ടേ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ അവനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത പരിപാടി കുറച്ച് നീളത്തിലും വീതിയിലും ഒരു കഷ്ണം അങ്ങോട്ട് വെട്ടിയെടുക്കുക. അത് പിന്നെ ഈസിയാണ്. നമ്മൾ ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് വശം കൂടെ കൂട്ടിമുട്ടിച്ച് അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുക. സത്യം പറഞ്ഞാൽ ഈ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് ഇത്രയും ഭംഗിയുള്ള ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല. സ്വയം പൊക്കി പറയല്ല, പക്ഷെ എനിക്ക് തോന്നി കൊള്ളാം. ഗ്ലിറ്റർ ഷീറ്റും ഗ്ലൂവും കത്രിക ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. ഇനി അടുത്തത് ഇതിന് നമുക്കൊരു പിടുത്തം വെച്ചെടുക്കണം. അതിനത്ര വീതിയില്ലാത്തൊരു കഷ്ണം കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അത് രണ്ട് സൈഡും കൂടെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുക. പിന്നെ കുറച്ച് ആർഭാടത്തിനായിട്ട് ഒരു റിബണും കൂടെ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവില്ലേ. അപ്പൊ ഞാനൊരു കഷ്ണം കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിന്റെ മുകളിൽ അങ്ങോട്ട് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി ആയി കഴിഞ്ഞു. അതിന്റെ മുകളിൽ ഒരു മുത്തുമണീനും കൂടെ വെച്ചെടുത്തിട്ടുണ്ടല്ലോ, സംഭവം അടിപൊളിയായി. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ കൂടെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും. ഇൻസ്റ്റാഗ്രാമിലോ മെയിൽ ID യിലോ ആയിട്ട് അയച്ചു തന്നാൽ മതി. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.